EMI എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിപ്പോൾ എൻ്റെ കടയിൽ നിന്ന് വന്നിട്ട് ഒരു മൊബൈൽ വാങ്ങുക, 20,000 ഉറുപ്പ്യ മൊബൈലിന്. നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസയൊന്നുമില്ല. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, നിങ്ങൾ EMI എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ഒരു ബാങ്ക് ഉണ്ട്. ബാങ്ക് എന്നൊന്നല്ല അതിന് പറയാം, ബജാജ് എന്നോ അങ്ങനത്തെ കഴിക്കും പറയാം. മൂന്നാമതൊരു കക്ഷി നിങ്ങൾക്ക് വേണ്ടി ഈ മൊബൈൽ വാങ്ങാനുള്ള കാശ് എനിക്ക് തരുന്നു, അഥവാ നിങ്ങൾ അയാളുടെ അടുത്ത് നിന്ന് കാശ് കടം വാങ്ങിയിട്ട് എനിക്ക് തരുന്നു. അപ്പോൾ എനിക്ക് വിൽപ്പനക്കാരനായ എനിക്ക് റെഡി ക്യാഷ് കിട്ടി, വാങ്ങുന്ന നിങ്ങൾക്ക് മൊബൈൽ കയ്യിൽ കിട്ടി. ഇനി നിങ്ങളും അവരും തമ്മിൽ പണമിടപാട്. അത് ചിലപ്പോൾ എൻ്റെ കടയിലുള്ള കൗണ്ടറിലേക്കും നിങ്ങൾ ചിലപ്പോൾ ഇത് വീട്ടേണ്ടി വരിക, എൻ്റെ അടുത്തേക്കും കാശ് കൊണ്ടുവന്ന് തരിക. അത് വേറെ വിഷയം, അതൊരു മാർഗം മാത്രമാണ്. ഇടപാട് നിങ്ങളും അയാളും തമ്മിലുള്ളതാണ്. അതാണ് EMI എന്ന് പറയുന്നത്. ഈ കരാറിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് അറിയുങ്ങൾ, അടവ് തെറ്റിയാൽ പലിശ സഹിതം കൊടുക്കണം. അപ്പോൾ EMI സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലിശ കൊടുത്താലേ പലിശ ആവുള്ളൂ. കൃത്യസമയത്ത് തന്നെ അടച്ചാൽ പലിശ ആവില്ല. പക്ഷെ എഗ്രിമെൻ്റ് എന്താ? പലിശ കൊടുക്കണം. ആ എഗ്രിമെൻ്റ് ഹറാമാണ്. അങ്ങനെ ഒരു കരാർ ഉണ്ടാവുക എന്നുള്ളത്, അങ്ങനെ ഒരു കരാർ ഹറാമാണ്. അപ്പോൾ അയാൾ പലിശ വാങ്ങി എന്നുള്ള കുറ്റം ഉണ്ടാകുക അടവ് തെറ്റി അധികം കൊടുക്കുമ്പോൾ മാത്രമാണ്. ഇങ്ങനെ ഒരു കരാറ് ബന്ധപ്പെട്ട് ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുമായിട്ട് ഇടപാടില്ല, ഞാൻ അവനെ കൊല്ലാം, നിങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ നിങ്ങളൊരു കരാറിലെത്തുന്നത് എന്താണ്? ഹറാമാണ്. അതെ, ഇപ്പൊ നമ്മൾ പലിശ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലേ, കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും എന്നാണ് എന്നാ പറയണത്. നിങ്ങൾ എന്നോട് 1000 റുപ്യ കടം ചോദിച്ചു, ഞാൻ പറഞ്ഞ 1000 റുപ്യ കടം തരാം. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു തരാം? അടുത്ത 1-ാം തീയതി തിരിച്ചു തരാം. ഞാൻ പറഞ്ഞ 1-ാം തീയതി തന്നിട്ടില്ലെങ്കിൽ 2-ാം തീയതി ആയാലും 10 റുപ്യ അതിന് എക്സ്ട്രാ തരേണ്ടി വരും. ആയിക്കോട്ടെ, അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കടം തരലും ഹറാമാണ്, ആ എഗ്രിമെൻറ്റിൽ കടം വാങ്ങലും ഹറാമാണ്. ഒരു മുസ്ലിമിനെ ഹറാമ് ചെയ്യാനുള്ള അനുവാദം എപ്പോഴാണ്? നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമാണ്. ഈ നിർബന്ധിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിർബന്ധിത സാഹചര്യം ഞാനല്ല തീരുമാനിക്കേണ്ടത്.